കരയും കടലും കടന്ന് യുദ്ധം ബഹിരാകാശത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇനി ഭൂമിയിൽ മാത്രം ഒതുങ്ങില്ല എന്നും അത് സ്പേസിലേക്ക് വ്യാപിക്കും എന്നുമുള്ള സൂചനകൾ ശക്തമാകുന്നു. ഇതിന് അടിവരയിടുന്ന വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പുറത്തുവരുന്നത്. ശത്രുവിന്റെ ഉപഗ്രഹങ്ങളെ തകർക്കാനുള്ള പദ്ധതികൾ അമേരിക്കയുടെ അണിയറയിൽ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ആധുനിക ലോകത്തെ ഒരു പുതിയ ബഹിരാകാശ യുദ്ധ കാലഘട്ടത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. എന്താണ് അമേരിക്കയുടെ അത്യാധുനിക ബഹിരാകാശ ആയുധം? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പൂർണ്ണമായും നിശ്ചലമാക്കാൻ കെൽപ്പുള്ള അത്യാധുനിക വൈദ്യുത കാന്തിക ആയുധം അമേരിക്കൻ ബഹിരാകാശ സേന തങ്ങളുടെ ആയുധപ്പുരയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തി കഴിഞ്ഞു. മെഡോലാൻസ് എന്നാണ് ഈ വിനാശകാരിയായ സിസ്റ്റത്തിന് നൽകിയിരിക്കുന്ന പേര്. അമേരിക്കൻ കമ്പനിയായ എൽ ഹാരിസ് ടെക്നോളജീസ് വികസിപ്പിച്ചെടുത്ത ഈ ഭൂഗർഭ അധിഷ്ഠിത ജാമിംഗ് സംവിധാനമാണ് മെഡോലാൻസ്. ഒരു ട്രെയിലറിൽ ഘടിപ്പിച്ച വലിയ ഡിഷ് ആന്റിനയുടെ രൂപത്തിലുള്ള ഈ ആയുധം വളരെ എളുപ്പത്തിൽ ട്രക്കുകളിലോ വലിയ ചരക്ക് വിമാനങ്ങളിലോ ലോകത്തിന്റെ ഏത് കോണിലേക്കും മാറ്റാനും സാധിക്കും. മറ്റ് പരമ്പരാഗത ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങളെ പോലെ ഉപഗ്രഹങ്ങളെ മിസൈലുകൾ അയച്ച് തകർക്കുകയല്ല ഇത് ചെയ്യുന്നത്. പകരം ബഹിരാകാശത്തുള്ള ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ ചാര ഉപഗ്രഹങ്ങളിലേക്ക് അതിശക്തമായ തരംഗങ്ങൾ പുറപ്പെടുവിച്ച് അവയെ താൽക്കാലികമായി അന്ധമാക്കുകയോ നിശബ്ദമാക്കുകയോ ചെയ്യും. ഉപഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ വരുത്താത്തതിനാൽ യുദ്ധാവസാനം ഇവയെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ ജൂണിലാണ് അമേരിക്കൻ സ്പേസ് ഫോഴ്സ് ഈ ആയുധം തങ്ങളുടെ ദൗത്യങ്ങളുടെ ഭാഗമായി സ്വീകരിച്ചത്. ഭൂമിയിൽ നിന്നും കിലോമീറ്ററുകൾ മുകളിലുള്ള ഉപഗ്രഹങ്ങൾ റേഡിയോ തരംഗങ്ങൾ വഴിയാണ് ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത്. ഭൂമിയിൽ നിന്നും ഉപഗ്രഹത്തിലേക്ക് സിഗ്നലുകൾ അയക്കുന്നതിനെ അപ്ലിങ്ക് എന്നാണ് വിളിക്കുന്നത്. ഉപഗ്രഹത്തിൽ നിന്ന് തിരിച്ചു വിവരങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നതിനെ ഡൗൺലിങ്ക് എന്നും. മെഡോലാൻസ് പോലുള്ള ജാമിംഗ് ആയുധങ്ങൾ ഉപഗ്രഹങ്ങളുടെ സ്വീകരണ ആന്റിനകളിലേക്ക് കൃത്യമായി ലക്ഷ്യം വെച്ച് അതേ ഫ്രീക്വൻസിയിലുള്ള ശക്തമായ വൈദ്യുത കാന്തിക വികിരണങ്ങൾ പ്രസരിപ്പിക്കുന്നു. ഇതോടെ ഉപഗ്രഹത്തിന് ഭൂമിയിൽ നിന്നുള്ള കമാൻഡുകൾ സ്വീകരിക്കാനോ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനോ കഴിയാതെ വരും. ലളിതമായി പറഞ്ഞാൽ ഉച്ചഭാഷിണിയിലൂടെ ഒരാൾ സംസാരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ശബ്ദത്തിൽ മറ്റൊരു കോലാഹലം സൃഷ്ടിച്ച് ആദ്യത്തെ ശബ്ദത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണിത്. ആധുനിക സൈനിക നീക്കങ്ങളുടെയും കണ്ണും കാതും തലച്ചോറും ഉപഗ്രഹങ്ങളാണ്. ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും മിസൈലുകൾക്ക് കൃത്യമായ പാതയൊരുക്കാനും ഡ്രോണുകൾ നിയന്ത്രിക്കാനും യുദ്ധക്കപ്പലുകളും സൈനികരും തമ്മിലുള്ള ആശയവിനിമയം നടത്താനും ഉപഗ്രഹങ്ങൾ അത്യാവശ്യമാണ്. ശത്രുവിന്റെ ഉപഗ്രഹങ്ങളെ നിശ്ചലമാക്കാൻ കഴിഞ്ഞാൽ ഒരു സൈന്യത്തെ പൂർണ്ണമായും അന്ധരാക്കാൻ സാധിക്കും. മിസൈലുകളുടെ ലക്ഷ്യം തെറ്റിക്കാനും ഡ്രോൺ ആക്രമണങ്ങളെ വഴിതിരിച്ചുവിടാനും ഇതിലൂടെ കഴിയും. ഈ തന്ത്രപരമായ മേധാവിത്വം നേടാനാണ് വൻശക്തി രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ബഹിരാകാശത്തെ തങ്ങളുടെ പ്രധാന യുദ്ധവേദിയായി കാണുന്നത്. ബഹിരാകാശ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കാത്ത, ഉപഗ്രഹങ്ങളെ തകർക്കാത്ത ഇത്തരം ആയുധങ്ങൾ സുരക്ഷിതമാണെന്നാണ് പെന്റഗൺ അവകാശപ്പെടുന്നത്. എന്നാൽ തന്ത്രജ്ഞർ വലിയ ആശങ്കയിലാണ്. ഒരു രാജ്യം മറ്റൊന്നിന്റെ ഉപഗ്രഹം ജാം ചെയ്യുമ്പോൾ അത് വലിയൊരു ആണവ യുദ്ധത്തിലേക്കോ പൂർണ്ണതോതിലുള്ള മൂന്നാം ലോക യുദ്ധത്തിലേക്കോ വഴിമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാണ് സൈനിക ഉപഗ്രഹമെന്നോ ഏതാണ് സിവിലിയൻ ഉപഗ്രഹമെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം സിഗ്നലുകൾ കൂടിക്കലരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും പ്രവചനാതീതമാണ്.